Hey guys, welcome back to another video series from Italy. So, friends, ഇന്ന് നമ്മൾ വെനീസിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ഇറ്റലിയിലെ മറ്റൊരു നഗരമായ പാദുവിലേക്കാണ് പോകുന്നത്. പാദുവ വെനീസിൽ നിന്ന് വെറും 30 മിനിറ്റ് ദൂരമേ ഉള്ള ഇവിടേക്ക്. ജനാലകളിലൂടെയുള്ള ഈ ലഗൂൺ കാഴ്ചകൾ മാത്രം മതി ഈ യാത്ര അവിസ്മരണീയമാക്കാൻ. സോ നമ്മൾ വെനീസിലെ സാന്ത ലൂസിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്ത് പാദുവയിലേക്കുള്ള ട്രെയിൻ യാത്രയിലാണ് ഇപ്പോൾ. ദൂരെ നമുക്ക് വെനീസിനെ കാണാൻ പറ്റും. ഈ യാത്ര ഒരു 30 മിനിറ്റ് ഉണ്ട്. 30 മിനിറ്റിന് ശേഷം പാദുവയിൽ എത്തിയിട്ട് അവിടെ എവിടേക്കാണ് പോകുന്നതെന്ന് പിന്നെ പറയാം. സോ പാദുവയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇറ്റലിയിലെ ഏറ്റവും പഴക്കമുള്ള നഗരങ്ങളിലൊന്നാണ് പാദുവ. ഐതിഹ്യമനുസരിച്ച് ട്രോജൻ രാജകുടുംബമായ ആൻറ്റിനോറാണ് BC 1183 ഈ നഗരം സ്ഥാപിച്ചത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് പത്താവിയം എന്നറിയപ്പെടുന്ന ഈ നഗരം സാമ്രാജ്യത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്നായിരുന്നു. റോമൻ ചരിത്രകാരൻ കൂടിയായ ലിവിയുടെ ജന്മദേശം കൂടിയാണ് ഇവിടെ. സോ നമ്മൾ പാദുവയിലെത്തി. അവിടുന്ന് നേരെ പോകുന്നത് പാദുവ സർവകലാശാലയാണ്. നമ്മളിൽ പലരും ഈ സർവകലാശാലയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വളരെ പ്രശസ്തനായ ഗലീലിയോ ഗലീലി മുതൽ കോപ്പർനിക്കസ് വരെ വളരെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ പഠിച്ചതും പഠിപ്പിച്ചതുമായ യൂണിവേഴ്സിറ്റിയാണിത് ഇവിടെ. സോ പണ്ട് കാലത്ത് ഇത്രയും വലിയ ശാസ്ത്രജ്ഞന്മാർ നടന്ന തെരുവുകളിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത് നോക്കണം. 18 വർഷത്തോളം ഗലീലിയോ ഗലീലി ഈ സർവകലാശാലയിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കണ്ടെത്തലുകളെല്ലാം ഈ പാദുവ യൂണിവേഴ്സിറ്റി വെച്ചാണ് നടത്തിയത്. അതുപോലെ തന്നെ പാദുവയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് പാദുവയിലെ ബൊട്ടാണിക്കൽ ഗാർഡനും അതിനടുത്തുള്ള വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചർച്ചുകളുമെല്ലാം. പക്ഷേ ഇന്ന് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണുകയല്ല, മറിച്ച് പാദുവയിൽ അറിയപ്പെടുന്ന ഒരു വിശുദ്ധനുണ്ട്. ഇന്നൊരു സൺഡേ കൂടിയാണല്ലോ. അപ്പം സെയിൻറ്റ് ആൻ്റണി എന്ന് പറയുന്ന വിശുദ്ധൻ്റെ ടൂമ്പും അദ്ദേഹത്തിൻ്റെ അഴുകാത്ത നാവും അദ്ദേഹത്തിൻ്റെ റിലിക്സും എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഇൻറ്റൻഷൻ. സോ ഞാനിപ്പോൾ പാദുവയുടെ തെരുവുകളിലൂടെ നടക്കുകയാണ്. ഇതുവഴി മുന്നോട്ട് പോയിട്ട് സെയിൻറ്റ് ആൻ്റണീസ് കത്തീഡ്രലിലേക്കാണ് നമ്മൾ ഡയറക്റ്റായിട്ട് എത്താൻ പോകുന്നത്. സയൻസ് യൂണിവേഴ്സിറ്റിയിലാണ്. ഈ കാണുന്നത് ലോകത്തിലെ ഏറ്റവും പഴയ സർവകലാശാലകളിലൊന്നായ പാദുവ യൂണിവേഴ്സിറ്റിയാണ്. 1200 സ്ഥാപിതമായ ഈ യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിൻ്റെ തന്നെ സയൻസിൻ്റെ വിപ്ലവത്തിൻ്റെ ഉത്ഭവം എന്നൊക്കെ പറയുന്നത്. അതായത് ലോകത്തിലെ ആദ്യത്തെ അനാട്ടമി തിയേറ്ററും ലോകത്തിലെ ആദ്യത്തെ കണ്ടുപിടുത്തങ്ങളുടെ ഉത്ഭവവും ഒക്കെ നടന്നത് ഈ പാദുവ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ലോക പ്രശസ്തരായ നിരവധി ശാസ്ത്രജ്ഞന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞു ഗലീലിയോ ഗലീലിയിൽ ആദ്യമായി ഒരു ടെലസ്കോപ്പ് ഉണ്ടാക്കുന്നതും കോപ്പർനിക്കസ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതും, അങ്ങനെ പല കാര്യങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് തുടങ്ങി വെച്ചത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ സെയിൻറ്റ് ആൻ്റണീസ് ബസിലിക്കയിലെത്തി. പാദുവയുടെ ഹൃദയഭാഗത്താണ് ബസിലിക്ക ഓഫ് സെയിൻറ്റ് ആൻ്റണി. വെനിസിലെ സെയിൻറ്റ് മാർക്സ് ബസിലിക്കയോട് സാമ്യം തോന്നുന്ന 8 താഴെക്കുടങ്ങൾ ഈ ബസിലിക്കയുടെ പ്രത്യേകതയാണ്. ഒരു റോമൻ, ഗോതിക്, ബൈസന്റൈൻ ശൈലികളുടെ അത്ഭുതകരമായ ഒരു സംഗമമാണ് ഈ ബസിലിക്ക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിൻറ്റ് ആൻ്റണീൻ്റെ റെലിക്സ് ആണ് ഈ ബസിലിക്കയിൽ സൂക്ഷിക്കുന്നത്. മലയാളികൾക്ക് വളരെ പരിചിതനായിട്ടുള്ള വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം അന്തോണീസിൻ്റെ ദേവാലയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മരിച്ച ഒരു 32 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കല്ലറ തുറന്നപ്പോൾ കണ്ട കാഴ്ച ലോകത്തെ മുഴുവൻ നെട്ടിച്ചിരുന്നു. ശരീരം മുഴുവൻ അഴുകി മണ്ണായിട്ട് മാറിയെങ്കിലും അദ്ദേഹത്തിൻ്റെ നാവും തൊണ്ടയും ഒട്ടും അഴുകാതെ പച്ചയായിട്ടിരിക്കുകയായിരുന്നു. സുവിശേഷം പ്രസംഗിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച നാവിനെ ദൈവം സംരക്ഷിച്ചു എന്നാണ് വിശ്വാസം. ഇന്നും പാദുവയിലെ ബസിലിക്കയിൽ ഈ അഴുകാത്ത നാവ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ പോകുന്നത്. പിന്നെ അതുമാത്രമല്ല, വളരെയധികം വിശുദ്ധ വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഗെത്സമേനിയിലെ പാറയും മറ്റു പല വിശുദ്ധരുടെയും ഭൗതിക അവശിഷ്ടങ്ങളും അങ്ങനെ പല കാര്യങ്ങളും. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ പ്രേയേഴ്സിന് വേണ്ടി ഇവിടെ വരികയും പ്രേയേഴ്സ് എഴുതി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട്
ഇതിൻ്റെ ഈ സെയിൻറ്റ് ആൻ്റണീസ് ബസിലിക്കയുടെ ഭംഗി അതും എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. വളരെ മനോഹരമായി നിർമ്മിച്ച ഒരു പള്ളിയാണ്. പള്ളിക്കുള്ളിലെ കലാപരമായിട്ടുള്ള വാസ്തുവൈഭവം വളരെ ആകർഷണീയമാണ്. അപ്പോൾ നമ്മൾ നേരെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള കപ്പേളയിലേക്കാണ് പോകുന്നത്. ഞാൻ മുമ്പേ പറയുകയുണ്ടായി, ഇവിടെ വിശുദ്ധനെ മാത്രമല്ല മറ്റു പല വിശുദ്ധരുടെയും ക്രിസ്തീയ കത്തോലിക്ക സഭയിൽ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ച മറ്റു പലരുടെയും ജീസസ് ക്രൈസ്റ്റിൻ്റെയൊക്കെ വളരെയധികം അമൂല്യങ്ങളായ തിരുശേഷിപ്പുകൾ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഇത് ഗത്സമേനിയിലെ പാറയാണ്, ഈശോ പ്രാർത്ഥിച്ചെന്ന് പറയപ്പെടുന്ന പാറ. അതുകൂടാതെ മറ്റു പല വിശുദ്ധ വസ്തുക്കൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിശുദ്ധൻ്റെ ജോലൈനും നാവും തൊണ്ടയും ഒക്കെ കാണാൻ പറ്റും. മരിച്ചതിന് ശേഷം വിശുദ്ധ വസ്തുക്കൾ പല ഭാഗങ്ങളായിട്ട് സൂക്ഷിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കൊണ്ടുപോയിരുന്നു. അതിൻ്റെ ഒരു പ്രധാന ഭാഗങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധൻ്റെ അഴുകാത്ത നാവ്. ഈ ചിത്രത്തിൽ നമുക്കത് കാണാൻ പറ്റും. അതുപോലെ വിശുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടം സംസ്കരിച്ചിരുന്ന ശവപ്പെട്ടിയും വിശുദ്ധൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അങ്ങനെ നിരവധിയായിട്ടുള്ള വിശുദ്ധ വസ്തുക്കളും ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് പള്ളിയോട് ചേർന്ന് തന്നെ സെയിൻറ്റ് ആൻ്റണീസ് മൊണസ്ട്രി ഉണ്ട്. അതുപോലെ വിശുദ്ധ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. അങ്ങനെ പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് പള്ളിയുടെ ചുറ്റുമൊക്കെ ഒന്ന് കറങ്ങി ഈ ഒരു ഞായറാഴ്ച ദിവസം യോഗം പോലെ പാതുവയിലെത്തുകയും അങ്ങനെ വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയവും അദ്ദേഹത്തിൻ്റെ വിശുദ്ധ വസ്തുക്കളൊക്കെ കാണാൻ പറ്റി. വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഭക്തിയും ചരിത്രവും ശാസ്ത്രവും ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന നഗരമാണ് പാതുവ. വെനിസിൽ വരുമ്പോൾ ഒരു ദിവസം തീർച്ചയായും ഇവിടെ വരാൻ മറക്കരുത്. വെനിസിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ള ഒരു നഗരമാണിത്. വളരെ മനോഹരമായ ഒരു നഗരം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.